how violent can a person be after drug addiction? What is the maximum limit? വയലൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് സെൽഫ് ഹാം ആണ്. ശരി. സെൽഫ് ഹാം എന്ന് പറയുമ്പോൾ സൂയിസൈഡല്ല ഇത്. ഇപ്പം നമുക്ക് നമ്മുടെ ശരീരം മുറിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആകുന്ന ഒരാൾക്ക് അത് സെൽഫ് ഹാം ചെയ്യാൻ പ്രശ്നമില്ല. കട്ട് ത്രോട്ട്, കൈ മുറിക്കാൻ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ സെൽഫ് ഹാം ആണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഒരു പെർസിക്യൂട്ടറി ഐഡിയാസ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള തോന്നൽ. അപ്പം നമ്മൾ എന്നെ ആക്രമിക്കാൻ വരുന്നു തോന്നുമ്പോൾ അവൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവനെ ആക്രമിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ പാരൻസിനെ ആയിരിക്കാം ആക്രമിക്കേണ്ടാവുക, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സ്, കൂടെയുള്ള ആളുകളെ ആയിരിക്കാം. അപ്പോൾ അത് ഏത് എക്സ്ട്രീം വരെ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സെൽഫ് ഹാം പാർട്ടുമുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കോമ്പൗണ്ടും അതിലുണ്ട്. അപ്പം അത് ഭയങ്കര എക്സ്ട്രീം ഇതിലേക്ക് പോകാം. ഈവൻ ഹോൾ ഫാമിലീനെ തന്നെ ഇതാക്കുന്ന അവസ്ഥയിലേക്ക് വരെ നമുക്ക് കൊണ്ടെത്തിക്കാം. കാരണം അവരായിരിക്കുന്ന ഒരു ഡെലൂഷൻ ലെവല് എന്ന് പറഞ്ഞ ഒരു ബോധ്യത്തിലാണ് അവർ. കാരണം മറ്റുള്ളവരെല്ലാം എനിക്കെതിരാണ്, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രോങ് ആണ്. നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാത്ത, ബോധ്യപ്പെടാത്തൊരു അവസ്ഥയാണ്. ഡ്രഗ് അഡിക്ഷനിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂയിസൈഡൽ റിസ്ക്സ് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അണ്ടർ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ടാണ് അവർ പലരും ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പം അതിലൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ യൂസ് മൂലം ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥയിലേക്ക് പോയ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സെൽഫ് ഹാമിങ്ങിൻ്റെ ഒരു വലിയൊരു ഭാഗം ഈ ഡ്രഗ് അഡിക്ഷൻ്റെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. അതുപോലെ തന്നെ എല്ലാ ഡ്രഗ്സും നമ്മുടെ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം, നമ്മുടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന അതിലാണ് എഫക്റ്റ് ചെയ്യുക. അപ്പം നമുക്കൊരു ഇമോഷൻസ്, വികാരങ്ങളുടെ മേൽ കൺട്രോൾ വരുന്നത് ഈ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ വലിയൊരു കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആൽക്കഹോൾ, എല്ലാ ഡ്രഗ്സും ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലെ ഒരു ഇൻഹിബിഷൻ ലെവലിനെ കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ഈ ഇൻഹിബിഷൻ ലെവലിനെ കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. അപ്പോൾ സെക്ഷൽ ഇൻഹിബിഷൻസ് ഒക്കെ പോവും. അത് ചിലപ്പോൾ നമ്മളൊരു സെക്ഷലി പെർവേർട്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അതിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെ ആ ഒരു കണ്ണോടെ നോക്കി കാണാനും പെരുമാറാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടയാകുന്ന വലിയ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാതെ പെരുമാറുകയും പല കോംപ്ലിക്കേഷൻസിലും, ചിലപ്പോൾ വഴിയിൽ കാണുന്ന ഒരു പോലീസുകാരനോടായിരിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യൽസിനോടായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഇൻഹിബിഷനെ കട്ട് ഓഫ് ആക്കുകയും പല രീതിയിൽ ഇവരുടെ പെരുമാറ്റം ഇവരുടെ കൺട്രോളിൽ ഇല്ലാതിരിക്കുകയും പലതരം അപകടങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഈ ഒരു മേഖലയിൽ നമ്മൾ കണ്ടുവരാറുണ്ട്.